എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റൊക്കെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വീട്ടിൽ കഴിഞ്ഞില്ലേ? അതിനെക്കുറിച്ചൊക്കെയുള്ള ആ സന്തോഷമോ എന്താണേലും അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാവരും അടുത്ത എന്താണ്, കോളേജിനെ സെലക്ട് ചെയ്യാനുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് ഇനി കയറാൻ പോവാണ്. കോളേജ്, കോഴ്സ്, ഇതിനോട് അനുബന്ധിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിക്കോണം. ചെറിയ കാര്യമല്ല. ചെറിയ മിസ്റ്റേക്ക് കൊണ്ടോ ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ വെച്ചതിലെ ഒരു ചെറിയ മാറ്റം കൊണ്ടോ ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട നല്ലൊരു കോളേജോ കോഴ്സോ നഷ്ടപ്പെടാം. അപ്പോൾ അതിന് ചെറിയൊരു ഹോംവർക്ക് വേണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ റാങ്ക് ഡിഫറൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ഒരേപോലെ അല്ല ഓപ്ഷൻ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിനെ സെലക്ട് ചെയ്യുന്നതും കോഴ്സിനെ സെലക്ട് ചെയ്യുന്നതും വളരെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ 5000-കാരും 10,000-കാരും 20,000-കാരും റാങ്കുകാർ അവർ സെലക്ട് ചെയ്യുമ്പോൾ, ആ കോളേജിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ 5000-കാർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് റേഞ്ചിന് അടുത്തുള്ള അങ്ങനെ. ഇപ്പോൾ 10,000-കാർ അങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓരോ കോളേജും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കുറേ കോളേജുകൾ, അത് നിങ്ങൾക്കാണ് പറ്റുന്നത്. ഇപ്പോൾ പേരൻസിന് അത് എളുപ്പമല്ല. നിങ്ങൾക്കാണ് ആ കോളേജുകളുടെ ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ആദ്യമേ എടുത്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് കോളേജസുകളെയാണ് കേട്ടോ. ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് അത് ആദ്യം ഒരു ചെറിയൊരു ടേബിൾ പോലെ അങ്ങോട്ട് എഴുതി വെക്കണം. ഓക്കെ, ഇങ്ങനെ ടേബിൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതെന്തിനെ ബേസ് ചെയ്തുകൂടെ വേണം? നിങ്ങൾ പോകാൻ പോകുന്ന കോഴ്സ്, അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ആദ്യം അതിനെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇപ്പം അക്ഷയ സെൻ്റർ എവിടെയെങ്കിലും ചെന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ആകെ കൺഫ്യൂഷനായി പലതും മറന്നു പോകും, പലതും എഴുതത്തില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും നമുക്കൊരു 3-4 ദിവസത്തെ, ഇപ്പോൾ ഉടനെ തന്നെ വരും, ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പൊക്കെ തരും അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഓപ്ഷൻസുകളെല്ലാം കൊടുക്കാൻ. ഈ കൊടുക്കുന്ന ഈ 4-5 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങളപ്പോൾ ഫസ്റ്റ് ഡേ കിട്ടുന്ന ഒട്ടനെ പോയി അങ്ങ് ഫസ്റ്റ് ഡേ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ 1-2 ദിവസം വീട്ടിലിരുന്ന് എല്ലാം ആലോചിച്ച്, അപ്പോഴായിരിക്കും പല ആൾക്കാരുടെ സംസാരങ്ങളിൽ കൂടെയും പലരുടെയും റിലേഷൻസിൽ കൂടെയും നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ദൂരെയുള്ള റിലേറ്റീവ്സിനൊക്കെ ചോദിക്കുക അവിടുത്തെ കോളേജും അവിടുത്തെ, ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ല ദൂരെയുള്ളൊരു കോളേജിനെ കുറിച്ച്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആരും റിലേറ്റീവ് ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കാം. ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ചെറിയൊരു ടേബിൾ ഫോം ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് കോളേജുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്നത്. രണ്ടാമത് അവിടുത്തെ കോഴ്സുകളെയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്നതാണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഉണ്ടോ, അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ കൂടെ വേണം. ഇപ്പോൾ നമ്മൾ 20,000-കാരും എന്ന് നേരെ പോയി CET ആദ്യത്തെ ഓപ്ഷന് അങ്ങനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരൊന്നും ചിലപ്പോൾ എങ്ങുമേ വരത്തില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഓപ്ഷൻസുകൾ നമുക്ക് എത്ര വേണം കൊടുക്കാം കേട്ടോ. കോളേജ് അല്ലാതെ 5-എന്നോ 10-എന്നോ ഇല്ല, നമുക്ക് കുറേ നമുക്ക് ഓപ്ഷൻസുകളൊന്നും കൊടുക്കുന്നതിന് നിയന്ത്രണമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സുകളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെക്കാം, അതൊന്നും പ്രശ്നമില്ല. ഓപ്ഷൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്ക് കോളേജുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോഴ്സുകളെ സെലക്ട് ചെയ്യുന്ന രീതികളെന്ന് പറഞ്ഞാൽ, ഒന്നിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ആദ്യം വേണ്ടത്, വേറെ ഒരൊറ്റ ഓപ്ഷനും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ അടുത്ത കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് മാത്രമായിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇന്ന കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആദ്യം കിട്ടണം, ഇല്ലെങ്കിൽ ആ കോളേജിൽ എനിക്ക് EC കിട്ടണം, അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെ മെക്കാനിക്കൽ, അങ്ങനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞത് കുറേ നേരം ഇതിനു വേണ്ടി നിങ്ങൾ ഒന്ന് മെനക്കെടണം കോളേജുകളെ സെലക്ട് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ഫ്രീ ആവാം. എന്നിട്ട് വേണം നിങ്ങൾ അലോട്ട്മെൻറ്റിൽ കൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെല്ലാം തീർത്ത ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കണം. ഓക്കെ, സബ്മിറ്റ് എല്ലാം കൊടുത്ത് കോപ്പി എടുത്ത് വെച്ചേക്കണം. നമ്മൾ എല്ലാം കൊടുത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അതിൻ്റെ തൊണ്ടൊന്ന് നോക്കാനും പറ്റും. പിന്നെ കാറ്റഗറി ലിസ്റ്റുകാർ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമുക്ക് റിസർവേഷൻ കിട്ടേണ്ടവർ, അതിൻ്റെ ഒരു ലിസ്റ്റ് എന്തായാലും ട്രയലായിട്ട് ആദ്യം വരാൻ സാധ്യതയുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് റിസർവേഷൻ അർഹതയായിട്ടുള്ളവർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി അവിടെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും അത് സർട്ടിഫിക്കറ്റോ എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പം ആ ട്രയൽ വരുന്ന കാര്യം ഏതാ, റിസർവേഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ OBCയോ അല്ലെങ്കിൽ ഈഴവ, അതിൻ്റെ എല്ലാം കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് വരും.
അത് നിങ്ങളെല്ലാം നോക്കി നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് അർഹരായിട്ടുള്ളവർ എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ മെയിലിൽ കൂടെയോ അല്ലെങ്കിൽ അതിനെ അവർ പറയും, അതിൽ കൂടെ നമുക്ക് അതൊന്ന് വേണം സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്താനും പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് സെലക്ട് ചെയ്ത് ശേഷം നിങ്ങളുടെ പേരൻസ് അടുത്തിരുന്നോ അല്ലെങ്കിൽ സംസാരിക്കണം ഇതിനെക്കുറിച്ച്. ഞാൻ ഇന്ന കോളേജ് നമുക്ക് ഇതൊക്കെ ഇപ്പോൾ പറ്റുന്നതെന്നുള്ളത് അവരോട് സംസാരിക്കണം. അവരോട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവർ പറയും, അവർക്കാണ് ഈ കോളേജുകൾ ഓർക്കാൻ പറ്റത്തില്ലെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഓർക്കും കേട്ടോ. ഇന്ന കോളേജിനെ കുറിച്ച് പറയും, ഓ ആ കോളേജ് ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് പറയാൻ പറ്റും ആ കോളേജിൽ വേണ്ട അല്ലെങ്കിൽ ആ കോളേജ് വേണം എന്നുള്ളത്. കാരണം അവരുടെയും കൂടെ കാര്യം നോക്കണമല്ലോ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ കാര്യവും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. പഴയകാല ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പേരൻസിനായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് പേരൻസുമായിട്ട് ഉറപ്പായിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് കാരണം നിങ്ങളവിടെ പോകുന്നതിൽ അവർക്കൂടെ ഒരു തൃപ്തി വേണ്ടായോ? കാരണം നിങ്ങളുടെ സേഫ്റ്റിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവരുടെ മുന്നിൽ വരും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പോകുന്ന കോളേജസുകളെക്കുറിച്ചുള്ള ഡിസ്കഷൻ നിങ്ങളുടെ പേരൻസുമായിട്ട് ഉറപ്പായിട്ടും നടത്തിയിരിക്കണം. ഓക്കെ, അതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയും. ഇപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്, കോളേജുകളെയും കോഴ്സുകളെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ കൂടെയൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് നിമിഷം എല്ലാം കൂടെ ചെയ്ത് അവിടെ നിന്നൊക്കെ സബ്മിറ്റും എല്ലാം കൊടുത്ത ശേഷം പിന്നായിരിക്കും അയ്യോ അവരുടെ അല്ലായിരുന്നു ഇതല്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ധൃതി പിടിച്ച് ചെയ്യരുത്. ഇത്തിരി സമയമെടുത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാം നോക്കിയിട്ട് തന്നെ. ഓക്കെ, പിന്നെ കോളേജുകളുടെ കോഡ്, ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ 2 കോളേജ് കാണും. അപ്പോൾ ആ കോളേജിൻ്റെ കോഡും മറന്നു. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രം തന്നെയാണെങ്കിൽ അവിടെ നമുക്ക് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 കോളേജുണ്ട്, CT ഉണ്ട്, ബാർട്ടൺ ഹില്ലുണ്ട്. അപ്പോൾ അതിൻ്റെ കോഡുകളൊക്കെ നോക്കി വേണം കൃത്യമായിട്ട് കൊടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ അതും മാറിപ്പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ എല്ലാം വളരെ ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ഈ സമയം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് അങ്ങോട്ട് തുടങ്ങിക്കോ ഓരോ കോളേജിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷം 2023 ഇപ്പോൾ ഒരു കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് ഇപ്പോൾ 3000 അവിടുത്തെ ലാസ്റ്റ് റാങ്ക്, അവിടെ വരെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വർഷം കറക്റ്റ് 3000 വരെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ അത് കൂടാൻ കുറേ അതൊക്കെ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും. എന്തെങ്കിലും അതൊക്കെ അത് മതി. അല്ലാതെ വലിയൊരു കണക്ക് ആക്യുറേറ്റ് അതൊന്നും വേണ്ട, അപ്രോക്സിമേറ്റ് മതി, അല്ലാതെ കറക്റ്റായിട്ടൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഏകദേശം എല്ലായിടത്തെയും കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് പറ്റുന്ന കോളേജുകളെ എല്ലാവരും ഇപ്പം 30,000 ആണെങ്കിലും നിങ്ങൾ അതിനനുസരിച്ചുള്ള കോളേജുകളൊക്കെ സെലക്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ 30,000 40,000 നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇതിനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും കൊടുത്ത് നോക്കുക. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങളോട്ട് എത്തിക്കാൻ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും കോളേജുകളൊക്കെ ഞാനും കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല പോലെ കൊണ്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.